ഹലോ, പൊന്നാനിക്കാരിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം കേട്ടോ. പ്രൊഫഷണൽ സ്റ്റൈലൊന്നല്ല, നോർമൽ സ്റ്റൈലാണ്. പക്രു അരിഞ്ഞ സവാളയാണ്. എങ്ങനെയൊക്കെയോ ആണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് അരച്ചിട്ടാണ് എടുക്കാമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. ഇതായി വരാനൊക്കെ കുറച്ച് പണിയാണ്, ഇളക്കാനും ഒക്കെ പണിയാണ്. എന്തായാലും അരിഞ്ഞ് തന്നതിൻ്റെ ഭാഗ്യം. അപ്പം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് അതിൻ്റെ കളറ് മാറുന്ന വരെ ഇളക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് മാറ്റി വെച്ചിട്ട് ടൊമാറ്റോ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ചിരുന്നു സവാള വഴറ്റുന്ന സമയം കൊണ്ട്. എന്നിട്ടത് ഓണാക്കാൻ മറന്നു കേട്ടോ. ടൊമാറ്റോ ഇടുമ്പോൾ അതുണ്ടായത്. അപ്പോൾ എന്നിട്ട് ടൊമാറ്റോയും ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഈ പാത്രത്തിലേക്ക് മാറ്റാം. പനീർ ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നമ്മൾ വാങ്ങുന്ന പനീറിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പനീർ. എനിക്ക് അത്ര പരിചയമുള്ള പേരൊന്നുമല്ല, പക്ഷെ അത് പനീർ ഇരിക്കുന്നത് കാണാൻ അതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ തക്കാളി കൂടി നമുക്ക് ആയിക്കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കാം, ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ബട്ടർ എടുക്കണം. ഇവിടെ എൻ്റെ അടുത്തുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഈ പാനിലേക്ക് ഇടാം. അങ്ങനെ ബട്ടർ നന്നായി ചൂടാക്കി എടുക്കാം. ചൂടായതിന് ശേഷം നമ്മൾക്ക് പനീർ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും, അതായത് സ്ത്രീകളെന്നോ പുരുഷനെന്നോ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഇല്ലാണ്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം തോന്നിയാൽ അതുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മൾക്ക് വീട് ക്ലീൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലീൻ ചെയ്യണമെന്ന് തോന്നിയാൽ അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മളുടെ വസ്ത്രങ്ങൾ അലക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഈ കാര്യങ്ങൾ എന്തായാലും ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ല. പലർക്കും പല കഴിവുകളായിരിക്കും, പല കാര്യങ്ങളായിരിക്കും അറിയുക. പക്ഷേ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഏതൊരു മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. ചില ആൾക്കാർ പറയാറുണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല, കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത് 3 എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മൾക്കത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ് ഒക്കെ കേട്ടോ. അതിൽ പ്രധാനപ്പെട്ടത് എന്തായാലും കുക്കിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് പറയുക, നേരത്തെ റെഡിയാക്കി വെച്ച മസാല അരച്ച് കഴിഞ്ഞു. അതേപോലെ പനീറൊക്കെ ഫ്രൈ ആയിട്ട് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ ഉള്ള ആ ബട്ടറിൽ, കൂടുതൽ ഞാൻ ഒഴിക്കുന്നൊന്നുമില്ല, അതിൽ കുറച്ച് ബട്ടറുണ്ട്, അത് മതി. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ആ കൂട്ട് ഒഴിക്കാം കേട്ടോ. ഇതിലിനി നമ്മൾ ഇടേണ്ടത് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതിലിടേണ്ടത്. അപ്പോൾ മുളക് പൊടി ഇപ്പോൾ 1 സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. പിന്നെ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മതി. അതേപോലെ തന്നെ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ മതി കേട്ടോ. അതെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ മസാലക്കൂട്ട് നന്നായി ആയതിനു ശേഷം പനീറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതായത് പനീറും ആ ഗ്രേവിയും കൂടിയിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്, എന്താ പറയുക, ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അതിനിടയിൽ കുറച്ച് മല്ലിയില എടുത്തിട്ട് അതും കൂടി ഇടുക. കറി സെറ്റാണ് കേട്ടോ.